കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിൽ വൈറൽ പനിയും ഡെങ്കിപ്പനിയും വ്യാപകമാകുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് ആശങ്ക ഉയർത്തുകയാണ്. പൂടുങ്കലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സേവനം കൂടി അവസാനിപ്പിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മലയോരവാസികൾ. മഴക്കാലവും ഒപ്പം പനിക്കാലവും എത്തിയതോടെ സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. കോവിഡും വൈറൽ പനിയും ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മലയോര മേഖലകളിൽ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് ആശങ്ക ഉയർത്തുന്നു. 15 ഡോക്ടർമാരുടെ സേവനം ലഭിക്കേണ്ടിടത്ത് ആകെയുള്ളത് 7 ഡോക്ടർമാരാണ്. ഇതിൽ ഒരാൾ മെഡിക്കൽ ഓഫീസറുടെ ചുമതലയിലേക്ക് മാറിയതോടെ പൂടുകല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രികളിൽ 24 മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സേവനവും ഞായറാഴ്ചയോടെ നിലച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയാകട്ടെ 24 കിലോമീറ്റർ അകലെയുമാണ്. ഇതോടെ മലയോര മേഖലകളിലെ രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. ഏകദേശം 7ഓളം പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ്. കർഷക തൊഴിലാളികളും ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പനി മുതലായ രോഗങ്ങളാൽ കഷ്ടപ്പെടുമ്പോൾ പനത്തടിയിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴത്തേക്കും രോഗം മൂർധന്യാവസ്ഥയിലേക്ക് എത്തും. സർജറിയിലും കുട്ടികളുടെ വിഭാഗത്തിലുമായി 2 വിദഗ്ധർ, 3 സിവിൽ സർജൻ, 4 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്നിങ്ങനെ 15 ഡോക്ടർമാരാണ് ആശുപത്രിയിൽ വേണ്ടത്. വെള്ളരിക്കുണ്ട് താലൂക്ക് പരിധിയിലെ ഭൂരിഭാഗം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഉച്ചകഴിഞ്ഞുള്ള OPയും മുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്.